നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ആരാ? എന്താ പേര്? ചിരിക്കണേ പറ. ഷാഹിന. ജയിച്ചത് നന്നായിട്ട് പാട്ട് പാടിയിട്ട് പ്രോഗ്രാമിലെ ജയിച്ചത് സൂപ്പർ സ്റ്റാർ സിംഗർ സീസൺ 3. അവാർഡ് ഇങ്ങനെ മോനാണെന്ന് പറഞ്ഞപ്പോ കുട്ടനാണെന്ന് പറഞ്ഞപ്പോ എന്നാ ഭയങ്കര ഹാപ്പി ആയിരുന്നോ? പിന്നെ നല്ല ഹാപ്പി ആയാലും പിന്നെ സാഡ് ആയിട്ടിരിക്കുമായിരിക്കും. കൂടുതൽ മോന്റെ പല കാര്യങ്ങളും പാട്ടിലും ഒക്കെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ചേച്ചിയാണല്ലോ. അപ്പൊ ചേച്ചിയുടെ പാട്ടും കേൾക്കുമല്ലോ. എങ്ങനെയുണ്ട് ചേച്ചിയുടെ പാട്ട്? ചേച്ചിയുടെ പാട്ട് കുഴപ്പമില്ല. പഠിപ്പിച്ചു കൊടുക്കണം. ചേച്ചി പഠിപ്പിച്ചു തരൂ. വീട്ടിൽ ചെന്നിട്ട് പഠിപ്പിക്കാൻ ഇപ്പൊ അല്ല ഞാൻ സാറാ പാടും. കുഞ്ഞു കൊച്ചൊന്നും അല്ലല്ലോ, വലിയ പയ്യനല്ലേ. ഇപ്പൊ ഞാൻ വലിയ വയസ്സില്ല, അതെനിക്ക് 5 വയസ്സേ ഉള്ളൂ. ഓ ഇപ്പൊ ഞാൻ വലിയ പയ്യൻ. നേരത്തെ 5. സോറി കേട്ടോ, ഹൈദരാബാദിൽ പോയപ്പോ 5 വയസ്സ് കുഞ്ഞാന്ന് ഞാൻ അറിഞ്ഞില്ല. സോറി. ഐസ്ക്രീം ഇല്ലേ, അത് നമ്മളെ കുറച്ചു നേരം ഫാനിൽ വെക്കുമ്പോ അത് ചൂടായിട്ട് വരും. സ്റ്റൗവിൽ വല്ലതും വെച്ച് ചൂടാക്കി നോക്കിയിട്ടുണ്ടോ? സ്റ്റൗവിൽ വെച്ച് ചൂടാക്കിയ കരിഞ്ഞു പോകും, പിന്നെ കഴിയാൻ പറ്റും. സോറി, പിന്നെ അതൊന്നും അറിയത്തില്ല. ഞാനിതൊന്നും ചെയ്യത്തില്ലെന്നേ. ഞാൻ അടുക്കള കേറത്തില്ല, ഭയങ്കര മടിയാ. ഓ അടുക്കളയിൽ കയറിയ പുറത്തി ഒരു പാത്രമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കഴുകിയിട്ട് तू सब्र तो कर मेरे यार, जरा सांस तो ले दिलदार, चल फिक्र न गोली मार यार, है दिल जिंदड़ी दे चार, होले होले हो जाएगा प्यार, चल यार होले होले हो जाएगा प्यार. നിങ്ങൾ കുറെ ഇന്റർവ്യൂ ഒക്കെ എടുക്കാറുണ്ട്. അപ്പം ഞാൻ ഇങ്ങോട്ട് ഇന്റർവ്യൂ എടുക്കുമ്പോൾ നിങ്ങൾക്കുള്ള എക്സ്പീരിയൻസ് എന്താ? ഇതേപോലെ ഒരു ഗസ്റ്റ് എന്റെ മുമ്പിൽ വന്നിട്ടേ ഇല്ല. ഹായ് ഗൈസ്, ഇറ്റ്സ് മീ ഷാഹന. വെൽക്കം ടു ഷോ. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഒരു വലിയ സൂപ്പർ സ്റ്റാറുമാണ്. നമ്മുടെ കൂടെ ഉള്ളത് മറ്റാരുമല്ല, ആവിർ ഭവ് ആൻഡ് അനിർവിദ്യ. വെൽക്കം ടു ഷോ. എല്ലാരും ചോദിച്ചിട്ടുണ്ട്, സോണി ടിവിയുടെ സൂപ്പർ സ്റ്റാർ പ്രോഗ്രാമിലെ ടൈറ്റിൽ വിന്നറാണ്. ചെറിയ കാര്യമൊന്നുമല്ല, വലിയ സംഭവം തന്നെ. അങ്ങനെ ആയപ്പം എന്നാ തോന്നിയേ? എല്ലാവരും കണ്ടപ്പോ കൺഗ്രാറ്റ്സ് പറഞ്ഞു. എനിക്ക് കുറെ സന്തോഷമായി. കുറെ കൺഗ്രാറ്റ്സ് വന്നിട്ടാണ് ഈ കൺഗ്രാറ്റ്സ്. അതെ, ഞാൻ കാണിച്ചിട്ട് സത്യത്തിൽ ഇപ്പൊ ഒരുപാട് ഇന്റർവ്യൂസ് കൊടുക്കുന്നുണ്ട്. എന്താ സംഭവം, ഇപ്പൊ എന്തിനാ ജയിച്ചതെന്ന് വല്ല അറിവുണ്ടോ? എനിക്കറിഞ്ഞൂടാ. എനിക്കൊരു വോട്ട്സ് കിട്ടി, പിന്നെ അങ്ങനെ എല്ലാവരെയൊക്കെ പഠിച്ച് അങ്ങനെ തന്നെ. എനിക്ക് അറിയത്തില്ല എനിക്ക് എത്ര വോട്ട്സ് കിട്ടിയെന്ന്. അത് അവര് ലോക്കാക്കി വെച്ചേക്കുക. അങ്ങനെ വോട്ട്സ് കിട്ടി, ഞാൻ ജയിച്ചു. എന്തിലാ ജയിച്ചത്? നന്നായിട്ട് പാട്ട് പാടിയിട്ട്. അതിട്ട് ഒരാളുടെ വോട്ട്സിന് പ്രധാനമുണ്ട്. ഏത് പ്രോഗ്രാമിലാ ജയിച്ചത്? സൂപ്പർ സ്റ്റാർ സിംഗർ സീസൺ 3. സീസൺ 3 അത് വലിയൊരു സംഭവം വല്ലോ അറിവുണ്ടോ? അവാർഡ് കിട്ടിയല്ലോ. അവാർഡ് കിട്ടിയല്ലോ. അത് അവാർഡ് ഭയങ്കര തുള്ളി 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 ചാടി ചാടിയാ പോയത്. ആ അവാർഡ് ഇങ്ങനെ മോനാണെന്ന് പറഞ്ഞപ്പോ കുട്ടനാണെന്ന് പറഞ്ഞപ്പോ എന്നാ ഭയങ്കര ഹാപ്പി ആയിരുന്നോ? പിന്നെ നല്ല ഹാപ്പി ആയാലും പിന്നെ സാഡ് ആയിട്ടിരിക്കുമായിരിക്കും. എന്നാലും അൺഎക്സ്പെക്ടഡ് അല്ലേ? നമുക്ക് ആദ്യം ബാക്കി ടീച്ചേഴ്സിലോട്ട് വരുന്നതിന് മുമ്പ് ഒരു പാട്ട് എനിക്ക് വേണ്ടി ഒരു സൂപ്പർ. എന്നാന്ന് വെച്ചാലേ ഇത്രയും നേരം ഇവിടെ കിടന്ന് ഈ ആലോചിച്ചോണ്ടി നാളെ പെട്ടെന്ന് പാട്ടിലേക്ക് വന്നപ്പോ എന്നാ സുഖം കേൾക്കാൻ. ആർക്കാണ് സുഖം തോന്നുന്നു? ഓ ആർക്കാണ് സുഖം തോന്നുന്നതൊക്കെ. ഓ ഞാൻ ഭയങ്കര ഫാനായി. താങ്ക് യു. ഈ പാട്ടൊക്കെ കേട്ട് ഒത്തിരി ഗേൾ ഫ്രണ്ട്സ് വന്ന് കാണുമല്ലോ. എന്നെ എല്ലാരും പറഞ്ഞത്? എല്ലാരും പറഞ്ഞ നല്ല രസമുണ്ട് പാട്ട് കേൾക്കാൻ, ഞാൻ നിന്റെ കൂടെ ഫ്രണ്ടാ എന്നൊക്കെ പറഞ്ഞു. ഞാൻ നിന്റെ കൂടെ ഫ്രണ്ട്. അപ്പൊ ഞാനും ഒരാളും കൂടെ ഫ്രണ്ടായി. താങ്ക് യു. എനിക്ക് കുറെ സന്തോഷമുണ്ട്. കുറെ സന്തോഷമുണ്ട്. ഓക്കെ, ഈ പാട്ട് ഇപ്പൊ പാടിയ പാട്ട് എനിക്കൊന്ന് ഹിന്ദി പാട്ടെന്നൊക്കെ പറഞ്ഞ ഭയങ്കര ബുദ്ധിയുള്ള പാട്ടൊക്കെയാ. ഐ മീൻ ഭയങ്കര സംഭവങ്ങളൊക്കെ. അപ്പൊ എങ്ങനെ ഇതൊക്കെ ആലോചിച്ച് പാടുന്നേ? അത് നമ്മൾ ഇവള് പഠിപ്പിച്ചിട്ടൊക്കെ ചെയ്ത്. ചേച്ചി പഠിപ്പിച്ചു തരും? ചേച്ചി പഠിപ്പിക്കുമ്പോ തല്ലുവോ? കുറച്ച് വഴക്കുണ്ടാക്കും. കുറച്ച് വഴക്കുണ്ടാക്കുമല്ലേ? എന്നൊക്കെ തരും. പിന്നെ കുറച്ചു നേരം നമുക്ക് ഇപ്പൊ ഒരു ഫുൾ ഡേ നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്തൊക്കെ ആയിട്ട് പോകുമല്ലോ. അപ്പൊ കുറെ നേരമായി കഴിയുമ്പോ പറയും മതി എന്നൊക്കെ പറയും. പിന്നെ അപ്പൊ ചെറിയ കശവിശയൊക്കെ ഉണ്ടാവും. അല്ലാതെ വരക്കും. ചേച്ചി എങ്ങനെ നല്ലപോലെ പാടുവോ? നന്നായിട്ടൊക്കെ പാടും. നമ്മള് പാട്ടൊക്കെ പഠിച്ചു കഴിയുമ്പോൾ കുറച്ചൊക്കെ ഗെയിം കളിക്കും. കുറച്ചു നേരം ഗെയിം കളിച്ചിട്ട് 5 മിനിറ്റ് എനിക്ക് കളിക്കണം ഞാൻ പറയും. പക്ഷെ കളിക്കത്തില്ല. പിന്നെ അങ്ങോട്ട് അങ്ങോട്ടല്ലേ? ഈ ചേച്ചി ഇപ്പം അമ്മയും അച്ഛനേക്കാൾ കൂടുതൽ മോന്റെ പല കാര്യങ്ങളും പാട്ടിലും ഒക്കെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ചേച്ചിയാണല്ലോ. അപ്പൊ ചേച്ചിയുടെ പാട്ടും കേൾക്കുമല്ലോ. ചേച്ചി പാടുന്ന മോ ഇപ്പൊ തന്നെ കേട്ടല്ലോ. എങ്ങനെയുണ്ട് ചേച്ചിയുടെ പാട്ട്? ചേച്ചിയുടെ പാട്ട് കുഴപ്പമില്ല. സത്യം പറഞ്ഞ ഒരു കാര്യമുണ്ട്,
പാട്ട് പാടുമ്പോൾ ശ്രദ്ധിച്ച് കുറച്ച് പാടാറില്ല. അവസരം മുതലെടുക്കുമല്ലേ? പഠിപ്പിച്ചു കൊടുക്കണം. അതെ, എനിക്ക് തിരിച്ചു പഠിപ്പിച്ചു തരൂ. കൊടുക്കാം. അതെ ആര്യൻ ചേച്ചിനെ പഠിപ്പിക്കട്ടെ അല്ലേ? അതെ പഠിപ്പിക്കട്ടെ. എവിടെ പോവാ? എങ്ങോട്ടും ഇല്ല. അങ്ങോട്ട് പോകാം. പ്യാർ കഭി പ്യാർ കഭി പ്യാർ കഭി प्यार कभी प्यार कभी प्यार कभी कम नहीं करेना कम नहीं करेना 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 कोई सितम कर लेना कोई सितम कर लेना सितम सितम അടി അടി കൊടുക്ക്. പാട്ട് പഠിക്കുന്നതിന്റെ ഇടയ്ക്ക് അടി ഒരടി. പാട്ട് പഠിക്കുന്നവരൊക്കെ ചിരിക്കുന്നു. ഞങ്ങള് സീരിയസ് ആയിട്ട് പാട്ട് പഠിപ്പിച്ചോണ്ടിരിക്കല്ലേ? സോറി സോറി സിതം सितम कर लेना मर जाएंगे आशिक वरना मर जाएंगे आशिक वरना आशिक वरना आशिक वरना इतना करम 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 कर लेना प्यार कभी प्यार कभी प्यार कभी प्यार कभी प्यार कभी प्यार कभी कम नहीं करेना कम नहीं करेना कम नहीं करेना कम नहीं करेना कोई सितम कर लेना ഇനി ഫുൾ ആയിട്ടൊന്ന് പാടിക്കേ. തെറ്റിച്ച അടി കേട്ടോ. ടാസ്ക് പഠിക്കോ. प्यार कभी कम नहीं करेना कोई सितम कर लेना कट ले मर जाएंगे पाട്. मर जाएंगे അല്ല ഞാൻ സാറാ പാട്. സാറോ ചിരിക്കാം അല്ലേ? ഓക്കെ സാറിന് ശരിക്കും ഓക്കെ मर जाएंगे आशिक वरना इतना करम कर लेना प्यार कभी कम नहीं करेना നോ തെറ്റി. कम नहीं करेना ओके करेना कोई सितम कर लेना സാറ് കൊള്ളാം. ഒരടി. എന്തിനാ നിനക്ക് തെറ്റില്ല ഒരടി. അപ്പൊ എങ്ങനെയുണ്ട് സാർ നമ്മുടെ ചേച്ചി? കൊള്ളാം. കുറച്ചും കൂടെ മെച്ചപ്പെടുത്താനുണ്ടല്ലേ? നമ്മുടെ അത്രയും പോരല്ലേ? കുറച്ച് സംഗതിയൊക്കെ എക്സ്ട്രാ ഇടും. പോവാറുണ്ട്. വേണ്ട കേട്ടോ. സംഗതി ഞങ്ങൾ പറയാ സംഗതി ഒന്ന് എക്സ്ട്രാ ഇട അടി കിട്ടും. മതിയാക്കാം. ഓക്കെ. അപ്പം മോളോട് ചോദിക്കുകയാണെങ്കിൽ സരിഗമപ്പായാലും മോള് വന്ന് അതിൽ നിന്ന് എനിക്കൊന്ന് മോന്റെ എൻട്രി അതിനകത്തൂടെ ആയിരുന്നു അല്ലേ? അപ്പം ആ ഒരു വിശേഷം പങ്കുവെക്കുവാണെങ്കിൽ എങ്ങനെയായിരിക്കും പറയാനുള്ളത്? അത് ഞാൻ കണ്ടസ്റ്റന്റ് ആയിട്ട് വന്ന് ഒരു ദിവസം റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഡയറക്ടർ വന്നു, ഷോയുടെ ഡയറക്ടർ വന്നു. അപ്പോൾ ഇവനെ കണ്ടു. ഇവൻ ഭയങ്കര ആ പാട്ടൊക്കെ എൻജോയ് ചെയ്യുന്ന കണ്ടിട്ട് അടുത്ത ദിവസം ഷൂട്ടിന്
ആ സമയമായപ്പോൾ ഇവനെ അങ്ങ് കൊണ്ടുപോയി, എന്നിട്ട് ആങ്കറിന്റെ കൊടുത്തു. അങ്ങനെ കയറി ഇതായതാ. ആ ഒരു സമയം എന്നാണെങ്കിൽ പറയാം, ആ ഒരു ടൈമിങ്. അല്ലാതെ പ്രീ പ്ലാൻ ചെയ്തോ അങ്ങനെ ഒന്നും ചെയ്തതല്ല. അപ്പോൾ കറക്റ്റ് ആ സമയത്ത് പിന്നെ അതിന് ക്ലിക്കായി. അപ്പോൾ അങ്ങനെയാണ് പിന്നെ പാട്ടിനോട് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് നമുക്കും മനസ്സിലാക്കാൻ പറ്റും. അവൻ അങ്ങനെ പാടി ഇതായി. പിന്നെ അങ്ങനെ എല്ലാത്തിനും കൂടെ ചേച്ചിയുടെ കൂടെ പാർട്ട്ണറായിട്ട് അങ്ങ് വന്നു. അതെ അതെ, അതിൽ നിന്നാണ് ഇന്നിപ്പോൾ. അതെ അതെ, ഫസ്റ്റ് എന്താ സരിഗമപയിലെ ബെസ്റ്റ് എന്റർടൈനർ ആയിരുന്നു മോനല്ലേ കുട്ടൻ. മോളാണെങ്കിൽ അതിനകത്ത് റണ്ണറപ്പായി, തേർഡ് റണ്ണറപ്പ്. അതും ചെറിയ ഏജിൽ 1.5 വയസ്സിലല്ലേ? 1.5 വയസ്സിൽ ബെസ്റ്റ് എന്റർടൈനർ എന്ന് പറഞ്ഞാൽ വലിയ സംഭവം. എല്ലാം മനസ്സിലായിരുന്നു. ആങ്കറിന്റെ കയ്യിലായിരുന്നു ഫുള്ള്. ഞാൻ ആങ്കറിന്റെ കയ്യിലായിരുന്നു കുറേ ദിവസം. അങ്ങനെ ആങ്കറിന്റെ കയ്യിൽ ഇരിക്കുന്ന ഇങ്ങനെ പിടിച്ചിട്ടൊക്കെ പറയും കുറേ നേരം. പിന്നെ അവിടെ കൊണ്ടിരുത്തും ഞാൻ. അപ്പം അവിടെ കുറച്ച് നേരം ഇരുത്തിയിട്ട് ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഞാൻ നോക്കും. നന്നായിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നിട്ട് എന്നെ മടി പിടിച്ചെടുത്തു. അങ്ങനെ പാട്ടൊക്കെ നോക്കിയിട്ട് ഹേ 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 കളിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു എക്സ്പീരിയൻസ്. പിന്നെ ഇവിടെ തേർഡ് റപ്പും ഞാൻ ഫസ്റ്റും. എന്താവണമെന്ന് ആഗ്രഹം? എനിക്ക് മ്യൂസിക് കമ്പോസറും പിന്നെ സിംഗർ. ഈ മ്യൂസിക് കമ്പോസർ അതെങ്ങനെ ആവുന്നേ? മ്യൂസിക് കമ്പോസർ നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിക്കണം. എങ്ങനെ പാട്ടിൻ്റെ ലൈന് ലിറിക്സ് എങ്ങനെ ചെയ്യും അത് ആലോചിക്കേണ്ടി വരും. എങ്ങനെ മ്യൂസിക് ചെയ്യും, ഇപ്പോൾ ഫ്ലൂട്ടൊക്കെ വയ്ക്കണ്ടേ, എങ്ങനെ മ്യൂസിക് ചെയ്യണം അതും ആലോചിക്കണം. അങ്ങനെ ആലോചിച്ചിട്ട് കമ്പോസർ ആവും അല്ലേ? ഏറ്റവും നന്നായിട്ട് ഹിറ്റ് പാട്ട് ഏതാണ് ചെയ്തത് അപ്പോൾ കമ്പോസർ ആവും. ഏറ്റവും ഇഷ്ടപ്പെട്ട മ്യൂസിക് കമ്പോസർ ആരാ? എനിക്കിഷ്ടപ്പെട്ട കമ്പോസർ എ റഹ്മാൻ. കണ്ടായിരുന്നോ? നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല, യൂട്യൂബിലൊക്കെ കാണാറുണ്ട്. കാണണമെന്ന് ആഗ്രഹമുണ്ടോ? കാണാനൊക്കെ ആഗ്രഹമുണ്ടല്ലേ? എനിക്കൊന്ന് നോർത്തിലെ ഏറ്റവും കൂടുതൽ ഫാൻസ് ആയത്, ഐ മീൻ മോനെ കുട്ടനെ ഏറ്റവും കൂടുതൽ പറഞ്ഞത് എൻ്റെ പേരിലെന്ന് പറഞ്ഞാൽ ഷാറുഖ് ഖാനെ പോലെ ഉണ്ട്, ഷാറുഖ് ഖാന്റെ സെയിം സ്റ്റൈല് അതാണ് SRK എന്നാണ് പറഞ്ഞത്. ഷാറുഖ് ഖാൻ സാറിന്റെ ഓൾറെഡി ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ മുമ്പേ കറങ്ങുമായിരുന്നു ഒരു ദിവസം. അപ്പോൾ ഷാറുഖ് ഖാൻ സാറിന്റെ വീട്ടിലെത്തി. അങ്ങനെ വീട്ടിലെത്തിയിട്ട് കണ്ട് ഷാറുഖ് ഖാൻ സാറിനെ നേരെ കണ്ടിട്ടില്ല. അപ്പോൾ നേരത്തെ ഇങ്ങനെ വീടൊക്കെ നോക്കി കണ്ടിട്ട് ഒരു ബിൽഡിംഗ് മൊത്തം ഷാറുഖ് ഖാൻ സാറിൻ്റെ. അപ്പോൾ ആ ബിൽഡിംഗ് കണ്ട് നേരെ അവിടെ നിന്ന് തിരിച്ച് നേരെ മുംബൈയിലോട്ട് പോയി. പിന്നെ അങ്ങനെ നമ്മൾ അവിടെ ജുഹു വരെ വന്നു. ജുഹു ബീച്ച് കാണാനൊക്കെ. ജുഹു ബീച്ചൊക്കെ നല്ലതാ. പിന്നെ നമ്മുടെ താജ് ഹോട്ടലില്ലേ അവിടെ, ആ താജ് ഹോട്ടലിന്റെ അടുത്താണ് ഒരു കുളമുണ്ട്. മൊത്തത്തിൽ ഒരു ബീച്ച് പോലെ ഒരു കുളമുണ്ട്. കുളമല്ല, ബോട്ട്. അവിടുന്ന് ബോട്ടൊക്കെ എടുത്ത് പോയല്ലേ? ഓക്കെ. ഇപ്പം ചേച്ചിന്റെ കൂട്ടത്തിൽ എപ്പോഴും ഉണ്ടായിരുന്നോ മോന്റെ കൂടെ? എങ്ങനെയായിരുന്നു നമ്മള് മുംബൈയിലൊക്കെ ചെന്നപ്പം പ്രോഗ്രാമിന് മോൾ എപ്പോഴും ഉണ്ടായിരുന്നോ? മൊത്തം 7 months അവനോടുണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ 3 മാസം അച്ഛനും ഇവനാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ മെയ് തൊട്ട് ഞാനും അമ്മയും ചെന്നു. പിന്നെ അച്ഛന് ജോലിക്ക് തിരിച്ചു കയറേണ്ടതുകൊണ്ട് ഞങ്ങൾ രണ്ടും ചെന്നു. അങ്ങനെ 3 മാസം അവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഗ്രൂമിങ് അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നു? അവിടെ നീരജ് കാൽക്കർ സാറുണ്ട്, നിധി ദീദിയില്ലേ, അപ്പൊ നിധി ദീദി ഉണ്ട്, നമ്മുടെ മംഗൾ സാറുണ്ട്. ഇവരൊക്കെ ഭയങ്കര മ്യൂസിക്കാരൊക്കെയാണ്. അപ്പൊ അവരൊരു എഡിറ്റ് തരും, അത്ര നമുക്ക് പാടണം. അപ്പോൾ 4 3 പാട്ടൊക്കെ തരും ഒരു എഡിറ്റില് പാട്ടൊക്കെ തരും. അങ്ങനെ ആ പാട്ട് കുറച്ച് പഠിച്ചിട്ട് ലിറിക്സ് എല്ലാം ഫുള്ളായിട്ട് പിന്നെ കരോക്കെ പോകും. അങ്ങനെ അവരൊക്കെ എല്ലാം ചെയ്ത് ശ്രുതിയും പറയും, ടെമ്പോ ഒക്കെ പറയും. ഒറ്റ സ്ട്രെച്ചിൽ ഇന്ന് പഠിക്കത്തില്ലല്ലോ, ഭയങ്കര ഗ്യാപ്പ് എടുത്തായിരിക്കുമല്ലോ പഠിക്കുക. ആണല്ലേ? ഒറ്റ സ്ട്രെച്ച് എന്ന് പറഞ്ഞാൽ കുറച്ചു നേരമൊക്കെ ഇരിക്കും. അത് കഴിയുമ്പോൾ പിന്നെ അങ്ങ് മടുപ്പ് വരും അല്ലേ? മോൻ ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ? ഫുഡ് കഴിക്കാൻ ഇഷ്ടമാണ്. മുംബൈയിലൊക്കെ പോയിട്ട് ഒത്തിരി ഫുഡൊക്കെ ഇത് പറയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് പറയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഓക്കെ, ഇത് കേൾക്കാൻ ഞങ്ങൾക്കും ഇഷ്ടം. ഫുഡൊക്കെ ഇഷ്ടമാണോ? ഫുഡ് എനിക്ക് ദോശ ഇഷ്ടമാ, നോൺ വെജ് ഇഷ്ടമാ, പിന്നെ ചിക്കൻ ബിരിയാണി ഒക്കെ ഇഷ്ടമാ. നമ്മുടെ നാടൻ ചിക്കൻ ബിരിയാണി അല്ലേ, അത് നല്ല ടേസ്റ്റാ. പിന്നെ മുംബൈയിലെ ചിക്കൻ ബിരിയാണി ടേസ്റ്റ്. മുംബൈയിലെ ചിക്കൻ ബിരിയാണി ഭയങ്കര ടേസ്റ്റാ. നമ്മുടെ നാടൻ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാ. രണ്ടും ഭയങ്കര ടേസ്റ്റാ. പിന്നെ ഹൈദരാബാദ് ബിരിയാണി അതും കഴിച്ചിട്ടുണ്ട്. അതൊക്കെ കഴിച്ചിട്ടുണ്ട് ഞാൻ. ഹൈദരാബാദ് ബിരിയാണി ഞാൻ ഒരു പ്രാവശ്യം ഹൈദരാബാദ് ബിരിയാണി കഴിക്കാൻ വേണ്ടി പോയായിരുന്നു. ഹൈദരാബാദിലോട്ട് പോയായിരുന്നു. നല്ല രസമൊക്കെ ആയിരുന്നു. അവിടെയൊക്കെ കണ്ട് ഭയങ്കര എല്ലാ സാധനമൊക്കെ മേടിച്ച്, ഒരു വളമൊക്കെ മേടിച്ച്, മോതിരമൊക്കെ മേടിച്ച്.
ചേച്ചിക്ക് ചേച്ചിക്ക് എനിക്കൊന്നും മേടിക്കാൻ പറ്റില്ല. എനിക്ക് ആ കുഞ്ഞു പിള്ളേർക്കുള്ള സാധനം അവിടെ ഇല്ല, അതുകൊണ്ട്. ഓക്കെ, അതിന് കുഞ്ഞൊന്നും അല്ലല്ലോ, വലിയ പയ്യനല്ലേ. ഇപ്പൊ ഞാൻ വലിയ പയ്യനില്ല, അതെനിക്ക് 5 വയസ്സേ ഉള്ളൂ. ഓ, ഇപ്പൊ ഞാൻ വലിയ പയ്യൻ, നേരത്തെ 5. സോറി കേട്ടോ, ഹൈദരാബാദിൽ പോയപ്പോ 5 വയസ്സ് കുഞ്ഞാന്ന് ഞാൻ അറിഞ്ഞില്ല. സോറി. ഞാൻ വെച്ച് ഇപ്പൊ റീസെന്റ് ആയിട്ട് ഹൈദരാബാദിൽ പോയത്. ആ ഓക്കെ. എന്നിട്ട് വേറെ ഇപ്പം ഇപ്പൊ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഐസ്ക്രീമും തണുത്ത ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാൻ ഭയങ്കര, ജ്യൂസ് ഒക്കെ കുടിക്കാൻ ഭയങ്കര. ഐസ്ക്രീം ഒക്കെ കഴിക്കോ? എങ്ങനാ? ചൂട് ഐസ്ക്രീമും മറ്റേ തണുത്ത ഐസ്ക്രീമും. ഈ ചൂട് ഐസ്ക്രീം എന്താ ഉദ്ദേശിച്ചത്? എനിക്ക് അതിപ്പോഴും മനസ്സിലായില്ല. എന്താണ് ഈ ചൂട് ഐസ്ക്രീം കവി ഉദ്ദേശിക്കുന്നത്? ചൂട് ഐസ്ക്രീം വെള്ളം നമ്മുടെ ഈ സാധനമില്ലേ, നമ്മുടെ എന്താ ഐസ്ക്രീം ഇല്ലേ, അത് നമ്മുടെ അത് കുറച്ചു നേരം ഫാനിൽ വെക്കുമ്പോൾ അത് ചൂടായിട്ട് വരും. പക്ഷെ ചൂടായിട്ട് വരുമ്പോ അതെടുത്ത് പൊക്കിയിട്ട് കഴിക്കും. ഓ, അതാ എനിക്കിഷ്ടം. മെൽറ്റ് ചൂടാക്കിയിട്ട്. ഈ സ്റ്റൗവിൽ വല്ലതും വെച്ച് ചൂടാക്കി നോക്കിയിട്ടുണ്ടോ? സ്റ്റൗവിൽ വെച്ച് ചൂടാക്കി കരിഞ്ഞു പോകും, പിന്നെ കഴിക്കാൻ പറ്റില്ല. സോറി, പിന്നെ അതൊന്നും അറിയത്തില്ല. ഞാനിതൊന്നും ചെയ്യത്തില്ലെന്നേ, ഞാൻ അടുക്കള കേറത്തില്ല, ഭയങ്കര മടിയാ. ഓ, അടുക്കള കയറിയ പുറത്തി ഒരു പാത്രമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കഴുകിയിട്ട്. എനിക്ക് ഭയങ്കര മടിയാ. ഞാൻ ഇങ്ങനെ ഫാൻ ഇങ്ങനെ പിടിച്ചു വെക്കും. ഫാൻ പിടിച്ചു വെക്കുമ്പോ അത് ചൂടായിട്ട് വരും, പിന്നെ അത് കഴിക്കും. ചപ്പി കഴിക്കും. പിന്നെ തണുത്താണെങ്കിൽ ഞാൻ ഫ്രീസറിൽ കൊണ്ടുപോകും. ഫ്രീസറിൽ കൊണ്ടുപോയി അങ്ങനെ കഴിച്ചോ. അങ്ങനെ ഇരിക്കുമ്പോ പിന്നെ അത് തണുത്ത് വരും, പിന്നെ അത് കണ്ടിട്ട് കഴിക്കും. ആ വീഡിയോ നോക്കിയാ കഴിക്കും. കഴിഞ്ഞ 7 മാസം കൊണ്ട് ഐസ്ക്രീം ഒന്നും കഴിക്കാതിരിക്കാന്ന് ഞാൻ അറിഞ്ഞു. എങ്ങനെ ഇരുന്ന് കൊറേ ദിവസം ഇങ്ങനെ 7 മാസം പാട്ടൊക്കെ പാടണ്ടല്ലേ. പിന്നെ ഞാൻ 7 മാസം ഇങ്ങനെ കുത്തി ഇരുന്നിട്ട് തിരിച്ചു വന്നപ്പോ ഞാനൊരു ഐസ്ക്രീം മേടിച്ചു. ജയിച്ച് നമ്മൾ ട്രോഫിയും കൊണ്ട് വന്നപ്പോ ഐസ്ക്രീം മേടിച്ചു. അല്ല, ഈ പെണ്ണ് പറഞ്ഞതായിരുന്നു വിന്നർ ആകുമ്പോ അച്ഛനും ചേച്ചിയും കൂടെ ഇങ്ങനെ ഇട്ട് അനങ്ങൂന്ന്. ഇങ്ങനെ ജയിക്കുക. മറ്റേ ഈ ലൈറ്റ് ഇല്ലേ, നമ്മുടെ റെഡും ഗ്രീനും ഒക്കെ വരുന്ന ലൈറ്റ് ഇല്ലേ, അത് മേലിലിട്ടിട്ട് ഇവളും അച്ഛനും ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ കളിക്കും. ഡാൻസ് കളിക്കുമെന്ന്. ഞാനാണെങ്കിൽ ട്രോഫി പിടിച്ചിട്ട് അങ്ങനെ അത് ഇവള് പറഞ്ഞായിരുന്നു, പക്ഷെ നടന്നില്ല. ശരിയാവത്തില്ല കേട്ടോ, കൊച്ചിനെ ഇങ്ങനെ പറ്റിക്കരുത്. പറഞ്ഞു പോലെ ചെയ്തു കൊടുക്കണോന്നൊക്കെ. അതുപോലെ തന്നെയാണ് മുംബൈയിലെ പ്രിയപ്പെട്ട കൂട്ടുകാരി. എന്നാ കൂട്ടുകാരിയുടെ പേര്? പീഹു. ബർത്ത്ഡേക്ക് പീഹു വിളിച്ചായിരുന്നോ? ഇന്നലെ വിളിച്ചായിരുന്നു. എന്നാ പറഞ്ഞു? ഹാപ്പി ബർത്ത്ഡേ. പീഹുന് ഫീവർ ആയിരുന്നു ഐസ്ക്രീം കഴിച്ചിട്ട്. ഓ, ഫീവർ ആയിരുന്നു ഐസ്ക്രീം കഴിച്ചത്. അതിനതെ പീഹു നമ്മൾ ഭയങ്കര ഇമോഷണൽ ആയിട്ട് കരഞ്ഞിട്ടൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, സങ്കടം ഉണ്ടെന്നൊക്കെ. ഒരു കരയുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അത് കുറെ റീൽസ്. അത് എന്നാ പറയുന്നത്? എനിക്ക് മുझे ഹിന്ദി നെയ് മാലു തോടാ മാലു തോ. അപ്പൊ ഇത്ര അറിഞ്ഞിട്ട് പിന്നെ എന്താ ഹിന്ദി പറയുന്നത്? അതെനിക്ക് അറിയത്തില്ല, എനിക്ക് തെറ്റുണ്ടെങ്കിൽ പഠിപ്പിച്ചു തരണ്ടേ. അവള് പറഞ്ഞത് ഞാൻ പാട്ടറായിരുന്നു അവളുടെ. അപ്പൊ ഞാൻ പാട്ടറായിട്ട് എനിക്ക് ആ പാർട്ട്ണർ ഞാൻ അവളുടെ കൂടെ ആയിരുന്നു. അപ്പൊ ആ പാർട്ട്ണർ അവള് പറഞ്ഞു, എനിക്ക് ഈ പാർട്ട്ണർ തന്നെ വേണം, എന്റെ കൂടെ ഇയാള് തന്നെ വേണം. കുട്ടൻ തന്നെ വേണോന്ന് പറഞ്ഞാലോ? ഇയാളല്ല, എനിക്ക് ഞാൻ വെട്ടി. അതെ, ഞാൻ തന്നെ വേണോന്ന്, കുട്ടൻ തന്നെ വേണോന്ന് പറഞ്ഞു. ഞാൻ തന്നെ വേണമെന്ന് പറഞ്ഞ. എന്നിട്ട് അവള് കരഞ്ഞു. ഞാനാണ് ഒന്നും എനിക്കാണ് കരഞ്ഞിട്ട് പോയി. ഞാനാണ് ആ ഒരു ഇമോഷണൽ, അവനത് അവന്റേതായ രീതിയിൽ പറഞ്ഞു. അവള് കരഞ്ഞത് അത്യാവശ്യം റീൽസ് ഒത്തിരി വൈറലായ ഒരു കണ്ടല്ല. സോ എന്നായിരുന്നു അവരുടെ ആ ഒരു ബോണ്ടിങ്ങിനെ പറ്റി പറയാനുള്ളത്? അവര് തമ്മില് തുടക്കം തൊട്ടേ, അപ്പൊ ആദ്യം ഇത് ചെയ്തപ്പോ തന്നെ ഇവർ രണ്ടുപേരും ഒരു ഡ്യുവറ്റ് പാടി, ആജ് ഷാംഹോനെയായി. അപ്പൊ അത് ഹിറ്റായി കഴിഞ്ഞപ്പോ തൊട്ട് ഇവർ രണ്ടുപേരുമാണ് മിക്ക പ്രാവശ്യവും ഡുവറ്റ് പാടുന്നത്. അപ്പൊ തൊട്ട് ഇവര് തമ്മിൽ വഴക്കൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ ഇവനെ സംബന്ധിച്ചോളം ഇവൻ ചേട്ടനാന്നുള്ളൊരിത്, അവളെ സംബന്ധിച്ചോളം അവള് ചേച്ചിയാന്നുള്ളൊരിത്. അപ്പൊ അവളാണല്ലോ ഇവനെ കൺട്രോൾ ചെയ്യാൻ നോക്കും. ഒരു അനിയനെ ഇങ്ങനെ ഇത് ചെയ്യോ, അങ്ങനെ നീ അങ്ങനെ ചെയ്യരുത്, ഇവിടെ പാടണം, ഇവിടെ എടുക്കണം എന്നൊക്കെ ഉള്ളൊരു ഇത് കൊടുക്കും. അപ്പം ഇവർ തമ്മിൽ വെച്ചാൽ അങ്ങനെ ഒരു ഇതായിരുന്നു, സിസ്റ്റർ ബ്രദർ റിലേഷൻഷിപ്പ് പോലെ ആയിരുന്നു. അപ്പൊ ലാസ്റ്റ് ആയപ്പം എല്ലാവരും വളരെ ഇമോഷണലായി. കാരണം ഇത്രയും 7 മാസം ഒന്നിച്ചൊരു ഫാമിലി പോലെ നിന്നിട്ട് പെട്ടെന്ന് പോവാന്ന് പറയുമ്പോൾ, അതും എല്ലാവരും ഓരോ സ്റ്റേറ്റിൽ നിന്ന് വരുന്ന ആൾക്കാർ. അപ്പൊ പെട്ടെന്ന് ഇപ്പോൾ ഒരു ഇമോഷണലായി. അപ്പൊ അവർക്ക് അത് ഭയങ്കരമായിട്ട് ഇതായി, ഇവനെ എങ്ങനെ ഇതാവും, ഇനിയും കാണാൻ പറ്റില്ല. അപ്പോൾ അവളെ ഡൽഹിയിൽ നിന്നാണ്. അപ്പം
ഇനി എപ്പോഴെങ്കിലും വന്നാലല്ലേ ഒരു ദിവസവും കാണുന്ന പോലെ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇങ്ങനെ ഒരു അടിയും വഴക്കൊന്നും നടക്കില്ല. അപ്പൊ അങ്ങനെ വന്നപ്പോ ഭയങ്കര ഇമോഷണലായി. അതാണ് ശരിക്കും പറഞ്ഞത്. അപ്പം ഇവന് ആദ്യം കാണുമ്പോൾ ഭയങ്കര ഇതായിരുന്നു, അവിടെ ഒട്ടിന്റെ എന്നെ മാത്രം ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്നതെന്നൊക്കെ ഉള്ള ഇതായിരുന്നു. പിന്നെ ലാസ്റ്റ് വന്നപ്പോൾ ഇവർക്ക് ഭയങ്കര ആ ഒരു ബോണ്ടിങ് അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അവരുടെ ബോണ്ടിങ് നമുക്ക് മനസ്സിലായത്. ഇവരെ അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ കൺട്രോൾ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ആ ലാസ്റ്റ് വന്നപ്പോഴാണ് നമുക്ക് ഇവര് ഉള്ളിൽ ഇങ്ങനെ ഒരു ഇതുണ്ടായിരുന്നോ എന്നുള്ളത് അപ്പോഴാണ് ശരിക്കും മനസ്സിലായത്. അറിയത്തില്ല, ഞാൻ സ്റ്റേജിൽ കരയാറില്ല അങ്ങനെ. ഞാന് ഒരു പ്രാവശ്യം സ്റ്റോപ്പ് സിംഗറിൽ പോയപ്പോ കരഞ്ഞായിരുന്നു. ഞാൻ MG സാറിന്റെ കൂടെ കെട്ടിപ്പിടിച്ചൊക്കെ കരയാറുണ്ട്. അന്ന് കരഞ്ഞ എന്റെ വേഷം ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഞാൻ കരഞ്ഞില്ല. കരയിലൊക്കെ ഇങ്ങനെ പിടിച്ചു വെക്കാം, അന്ന് പറ്റിയില്ല പിടിക്കാൻ വെക്കാൻ. ഇപ്പൊ 8 വയസ്സായില്ലേ, കുറച്ച് വലുതായി. അപ്പൊ എനിക്ക് കരച്ചിൽ പിടിച്ചു നോക്കാം. അന്ന് ഞാൻ കൊച്ചായിരുന്നു. അപ്പൊ തന്നെ കെട്ടിപ്പിടിച്ച് ഒറ്റ കരച്ചിലല്ലേ. MG സാർ എന്നാ പറഞ്ഞ? MG സാറ് സത്യം പറഞ്ഞ അങ്ങനെയൊക്കെയാ, ചില പേരൊക്കെ കളിപ്പിക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. മോനിപ്പോ ഒത്തിരി സ്റ്റേജ് ആ ടോപ്പ് സിംഗറിൽ പോലും പാടിട്ടുണ്ട്. അതിൽ MG സാറിന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പാടാൻ പറ്റുമോ? MG സാറിന് ഇഷ്ടപ്പെട്ട പാട്ട് കള്ളിപ്പൂങ്കുയിലെ കന്നിത്തേൻമൊഴിയിൽ കാതിൽ മെല്ലെ ചൊല്ലുമോ കാവതിക്കാകടൻ കോട്ട് മുട്ടയിട്ടൊന്നൊരു കാനനം നേടെ നീ പാരെ പറഞ്ഞൊരു കള്ളും പറഞ്ഞതെന്തേ കള്ളിപ്പൂങ്കുയിലെ കന്നിത്തേൻമൊഴിയിൽ കാതിൽ മെല്ലെ ചൊല്ലുമോ. അയ്യോ ശരിക്കും കണ്ണു നിറഞ്ഞു. എന്നാന്ന് വെച്ചാലേ ഇതൊക്കെ എവിടുന്ന് വരുന്ന ഈ ഭാവങ്ങളൊക്കെ? ഇതൊക്കെ നമ്മൾ അങ്ങനെ വരുത്തുന്നല്ലേ? അയ്യോ ശരിക്കും ആ പാട്ട് ഭയങ്കരമായിട്ട് എന്റെ ശരിക്കും കണ്ണു നിറഞ്ഞു പോയി. ആ സത്യം പറഞ്ഞ പാട്ടൊക്കെ പഠിപ്പിക്കാൻ കുറച്ച് സീരിയസ് ഒക്കെ ആയിട്ടായിരിക്കണം. ആണല്ലേ, അങ്ങനെ സീരിയസ് ആയിട്ട് പഠിക്കുന്നതിന്റെ ആണ്. ഇപ്പം വീട്ടിലെ വേറൊരു ഗായികയാണ് ചേച്ചി. അപ്പൊ അനീറിനോട് ചോദിക്കുകയാണെങ്കിൽ, അച്ഛനും അമ്മയൊക്കെ ഇടുക്കിക്കാരാണെങ്കിലും നിങ്ങൾ ജനിച്ചു വളർന്നത് സേലത്താണ്. അവിടുന്ന് തമിഴ്നാട്ടിൽ നിന്ന് തമിഴ് ഭാഷയിൽ നിന്ന് തെലുങ്കിലേക്ക് പോയി, തെലുങ്കിൽ പാട്ടുപാടി സരിഗമപ്പായിലേക്ക് വന്നു. അങ്ങനെ ഒരു കരിയർ എടുക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു പാറ്റേൺ ആണ്. അപ്പം തെലുങ്കൊക്കെ സംസാരിക്കാൻ അറിയുമോ? കുറച്ച് അറിയാം അല്ലേ? എനിക്കറിയത്തില്ല, ഞാനതൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ അത് മറന്നുപോയി. അപ്പൊ തെലുങ്കിലൊക്കെ പാട്ട് പാടുക എന്ന് പറയുന്ന ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല നമുക്ക് പഠിക്കാൻ. സോ എങ്ങനെയാ തെലുങ്കിൽ ഏതെങ്കിലും ഒരു പാട്ട് ഓർമ്മയുണ്ടോ മനസ്സിൽ? തെലുങ്കിൽ മോക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് പാടുവോ ഞങ്ങൾക്ക് വേണ്ടി? జాబిల్లి కోసం ఆకాశమల్లే వేచాను నీ రాకకై నిన్ను కానలేక మనసూరుకోక పాడాను నేను పాటనై జాబిల్లి కోసం ఆకాశమల్లే వేచాను నీ రాకకై. ഓക്കെ, അതിൻ്റെ ഇടയ്ക്ക് താണ്ട് ഇവിടെ ഒരാൾ താളവും പിടിച്ചു അല്ലേ? ഓക്കെ, ഇപ്പം തെലുങ്കിലേക്ക് ഈ പാട്ട് പാടുക എന്ന് പറയുന്നത് അത്ര ഈസിയുള്ള കാര്യമല്ലേ? എങ്ങനെ ഈ തെലുങ്കൊക്കെ പഠിച്ചാവുന്ന സെറ്റായി വന്നത്? അത് അവിടെ ചെല്ലുമ്പോ ഒന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ അവിടെ ഗ്രൂമേഴ്സും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ അത് പഠിച്ചു. പിന്നെ അതങ്ങ് ട്രാക്കിൽ വന്നു. ആദ്യം ചെന്നപ്പോ ഭയങ്കര ഇത്തിരി പാടായിരുന്നു, വായിൽ അത് വേർഡിങ്സ് ഒക്കെ വരാനും പിന്നെ ആ സ്ലാങ്ങും ഒക്കെ പിടിയിട്ടാൻ പാടാനും. പിന്നെ ഒരു 2-3-4 പാട്ട് കഴിഞ്ഞപ്പോ ആ സ്റ്റേജിലാന്ന് തോന്നുന്നു മോൻ ആദ്യമായിട്ട് വന്നത് അല്ലേ? ആദ്യമായിട്ടൊരു കുട്ടി വന്നു. ആ കുട്ടിയാണ് ഈ കുട്ടി. ഫസ്റ്റ് ഞങ്ങൾ പാടാൻ തുടങ്ങിയപ്പോ ഇവളൊരു ഓ സെക്കൻഡ് കൊണ്ടാന്ന് പറഞ്ഞൊരു പാട്ട് പാടി. ഈ പാട്ട് പാടിയപ്പോ ഞാൻ സ്റ്റേജിലോട്ട് പതിയെ ചെന്നപ്പോ പറഞ്ഞു ആര്? ആങ്കർ വന്നല്ലേ? ഓ അങ്ങനെയാണ് ആങ്കർ എടുത്തോണ്ട് പോയത്. അതെ, അങ്ങനെയാണ് ആങ്കർ എടുത്തോണ്ട് പോയി. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ഇവിടെ വെക്കാതൊക്കെ അതിങ്ങനെ ആർക്കാ ഇഷ്ടപ്പെടാതിരിക്ക ഇങ്ങനെ ഒരാളിനെ അല്ലേ? പിന്നെ ഇപ്പൊ എന്റെ മോഹമൊക്കെ മാറി. ഇപ്പൊ ഞാൻ വലുതായി. ഇപ്പൊ ഞാൻ ബിഗ് ബോയ് ചേട്ടനാ. അപ്പൊ വലിയ ചേട്ടനായി. ചേട്ടനൊന്നും എന്നെ വിളിക്കാൻ പറ്റില്ല, ഇപ്പോഴും 8 വയസ്സല്ല. 8 വയസ്സ് ചേട്ടനല്ലേ? പിന്നെ 11 വയസ്സായാലല്ലേ ചേട്ടു പറയാൻ പറ്റുള്ളൂ. 8 വയസ്സ് 11 വയസ്സാവണം. ഓക്കെ, അത് പറ. ഒന്നും അറിയത്തില്ലെന്ന് പറ. ഒന്നും അറിയത്തില്ല.
ഒന്നും അറിയത്തില്ല, എനിക്ക് ഇതോടുകൂടി മനസ്സിലായി എനിക്കൊന്നും അറിയത്തില്ല. മലയാളത്തിൽ ഏതെങ്കിലും ഒരു പാട്ട് പാടും. ഇപ്പൊ തെലുങ്ക് പാടി തമിഴ് പാട്ട് പാടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? നോക്കാം, അത് നമുക്ക് നോക്കാം. അപ്പൊ തെലുങ്കിലേക്ക് വന്നോ, ഇനി മലയാളത്തിലൊരു സോങ് പാടാൻ പറഞ്ഞ എന്തിനു വേറൊരു സൂര്യോദയം, നീയൻ പൊന്നുഷ സന്ധ്യയല്ലേ, എന്തിനു വേറൊരു മധുവസന്തം, ഇന്നു നീ എന്നരികിലില്ലേ, മലർവനിയിൽ വെറുതെ എന്തിനു വേറൊരു സൂര്യോദയം. നല്ല രസമുണ്ട് മലയാളത്തിൽ. ഗ്രേറ്റ്. അപ്പൊ ചേച്ചി എന്തിനു വേറൊരു സൂര്യോദയം അല്ല അടിപൊളിയായിട്ട് പാടും. രണ്ടുപേർക്കും കൂടെ ഒരുമിച്ച് വേറൊരു പാട്ട് പാടാൻ പറ്റുമോ? ആ, ഏത് പാട്ടാ? മലയാളം വല്ലതും നടക്കും? മലയാളം, തമിഴോ, തെലുങ്കോ, ഹിന്ദിയോ? ഹിന്ദി പാടുമോ എനിക്കറിയാം. മലയാളത്തിൽ ഏതെങ്കിലും ഒന്ന് നോക്കാൻ പറ്റുമോ? രണ്ടുപേരും കൂടെ ചേർന്നൊരു രണ്ടുപേര് റെഡി സ്റ്റാർട്ട്. 4 5 ഈ പാടിക്കോ? പഠിക്കും. വല്ലിയാമ്പൽ കടവിലം നരയ്ക്കു വെള്ളം, അന്നു നമ്മളും തുഴഞ്ഞില്ലേ കുതുമ്പു വള്ളം, നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം, നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. രണ്ടുപേരും പാടി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല രസം. നമ്മളിപ്പോ മലയാളം ഒരുപാട് പാട്ടിനെ പറ്റി പറഞ്ഞു, മലയാള പാട്ടിനെ പറ്റി പറഞ്ഞു, തമിഴ് വന്നു, തെലുങ്ക് വന്നു, മോളെ കൊണ്ട് തെലുങ്ക് പഠിപ്പിച്ചു. ഇനി ഇവിടെ ഇനി രണ്ടുപേർക്കും കൂടെ ഒരു ഹിന്ദി പാട്ട്, അത് അത്യാവശ്യം നമുക്കൊരു ഹിറ്റായിട്ട് ജില്ല് എന്നുള്ളൊരു ഹിന്ദി പാട്ട് പാടാൻ പറ്റുമോ? പറ്റും. എങ്കിൽ തുടങ്ങിക്കോ. റെഡി. होले होले से हवा लगती है, होले होले से दुआ लगती है, होले होले से दुआ लगती है ना, होले होले चंदा बढ़ता है, होले होले घूंघट उठता है, होले होले से नशा चढ़ता है ना, तू सब्र तो कर मेरे यार, जरा सांस तो ले दिलदार, चल फिक्र न गोली मार यार, है दिल जिंदड़ी दे जा, होले होले हो जाएगा प्यार, चल या होले होले हो जाएगा प्यार, होले होले हो जाएगा प्यार, चल या होले होले हो जाएगा प्यार, होले 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 हो जाएगा प्यार, चल या होले होले हो जाएगा प्यार. താങ്ക് യു. അതെ, നമ്മുടെ സ്വന്തം SRKന്റെ ആ ഒരു ഇതും കൂടെ ഒന്ന് കാണിക്കോ. ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൂടെ. അതെ, അതിനൊപ്പം തന്നെ പാട്ടും. വാ, സൂപ്പർ 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 സൂപ്പർ. ആ, കൊള്ളാം കൊള്ളാം കൊള്ളാം. ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന് കുറേ നേരം കൊണ്ട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞപ്പോ എന്നെ അവിടെ നിന്ന് കളിയാക്കുന്നുണ്ടായിരുന്നല്ലോ. ഇനി ഞാൻ അവിടെ ഇരുന്ന എന്നോട് 2-3 ചോദ്യങ്ങൾ ചോദിക്കോ? എന്നായിരിക്കും ചോദിക്കുന്നേ? എങ്കിൽ ഞാൻ ഇരിക്കട്ടെ. സർപ്രൈസ്. ഓക്കെ, വാ ഇരി. കൊല്ലൂടിയോ? കൊല്ലല്ലേ, കൊല്ലാൻ എന്തിരിക്കുന്നൊക്കെ. നമസ്കാരം. നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ആരാ? എന്താ പേര്? എന്താ ചിരിക്കണേ? പറ. ഷാഹിനയോ നമ്മുടെ അന്യറിഞ്ഞാണ് കൂടെ ഉള്ളത്. വെൽക്കം ടു കേരളി. അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്താ? എനിക്ക് ഫ്രൈഡ് റൈസ്. എനിക്ക് ചപ്പാത്തി. ചപ്പാത്തി എന്ത് കൂടെ കറി? കിഴങ്ങിന്റെ കൂടെ ആലു. അപ്പൊ എനിക്ക് ഗോബി മഞ്ചൂരി. ഓക്കെ. ഏറ്റവും ഇഷ്ടപ്പെട്ട മ്യൂസിക് ഡയറക്ടർ? റഹ്മാൻ സർ. ഓഫ് കോഴ്സ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഫാമിലി?
ഫാമിലി ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫാമിലി ഇല്ലേ, ആ ഫാമിലിന്ന് ഏത് അമ്മയാണോ അച്ഛനാണോ ചേച്ചിയാണോ അനിയത്തിയാണോ? ഓ അങ്ങനെ. ഏതാ? എനിക്ക് എന്നെ ഇഷ്ടം. എനിക്കും എന്നെ ഇഷ്ടം. കൂടെ ആരെ അമ്മേനൊന്നും ഇഷ്ടമല്ല. നമ്മൾ കഴിഞ്ഞിട്ടുള്ള അമ്മയൊക്കെ അത്രയൊക്കെ മതി. അതെ, ഇപ്പൊ ഞാനൊരു അനുഭവമാണ്. കൈരടി ഫ്രം സൈൻ കൈരടി TV. തെറ്റിപ്പോയി. ആ ഓക്കെ ഓക്കെ. ഞാനൊരു അനുഭവമാണ്. സൈൻ ഫ്രം കൈരടി TV. कहीं घूम के आए हम, चलो इश्क लड़ाए, चलो इश्क लड़ाए, चलो इश्क लड़ाए सनम.